ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവരും അമ്പലത്തിൽ പോയി തൊഴുത് മടങ്ങുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ നോക്കി തൊഴുതാണ് മടങ്ങാറുള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീകോവിലിനുള്ളിലെ ദേവബിംബത്തിൽ നോക്കി നിന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെച്ച പ്രതീതിയാണ് ഭക്തനുണ്ടാവുക. ആധുനികത ഏറെ ക്ഷേത്രങ്ങളിലും എത്തിയിട്ടും വൈദ്യുതി ദീപങ്ങൾ സാധാരണ കേരളത്തിലെ ഒരു ശ്രീകോവിലിനുള്ളിലും കടത്തിവിട്ടിട്ടില്ല. മറിച്ച് എവിടെയെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യുക്തിയെയും ശാസ്ത്രത്തെയും മറികടക്കലാണ് അതുവഴി ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഒരു ചോദ്യം ഉയർന്നു വരുന്നത്, ശ്രീകോവിലിനുള്ളിൽ നല്ല വെളിച്ചം കടത്തിവിട്ടാൽ എന്ത് യുക്തിയും ശാസ്ത്രവുമാണ് തകരുന്നതെന്ന്. പ്രജ്ഞാനമാകുന്ന ബ്രഹ്മത്തെ മനുഷ്യൻ തൻ്റെ കർമ്മ വാസനകളാകുന്ന തമസിനാലാണ് മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തെ ശരീരത്തിൻ്റെ പ്രതീകമായി സങ്കല്പിക്കുന്നതിനാൽ അവിടുത്തെ ദേവൻ ഈ അന്ധകാരത്തിനാൽ വലയം ചെയ്തിരിക്കുകയാണ്. അതിനാൽ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ദേവവിഗ്രഹത്തെ എണ്ണ ഒഴിച്ച് വിളക്കുകൾ കത്തിച്ച് പ്രകാശിപ്പിക്കേണ്ടതാണ്. അതുപോലെ മനുഷ്യനും തൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന അപൂർണ ജ്ഞാനത്തെ മാറ്റി ആത്മസ്വരൂപത്തെ പ്രകാശമാനമാക്കി മാറ്റേണ്ടതാണ് എന്നതാണ് ദീപം പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അമിതമായ പ്രകാശം നമ്മുടെ റെട്ടിനയ്ക്ക് അനാരോഗ്യം പ്രദാനം ചെയ്യുമ്പോൾ ശാന്തതയോടെയുള്ള പ്രകാശരശ്മികൾ ഗുണകരമാണെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ശ്രീകോവിലിനുള്ളിലെ വിളക്കുകളിൽ പ്രതിഫലിക്കുന്ന ശാന്തത മനസ്സിനും ഒപ്പം ശരീരത്തിനും ഗുണം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് അമ്പലത്തിൽ തൊഴുതു മടങ്ങുമ്പോൾ ശ്രീകോവിലിൽ നോക്കി തൊഴുത് മടങ്ങണമെന്ന് പറയുന്നത്. താങ്ക്